വെൽക്കം ടു അംചി മുംബൈ. അംചി മുംബൈ ഒരുക്കുന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. 35 ഗായകർ പങ്കെടുക്കുന്ന ഈ പ്രാഥമിക റൗണ്ടിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 21 ഗായകരായിരിക്കും അടുത്ത ഘട്ട മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. ഗുഡ് വിൻ ഗോൾഡൻ വോയ്സിന്റെ മറ്റൊരു എപ്പിസോഡ്. ഗുഡ് വിൻ ഗോൾഡൻ വോയ്സ് 2016ലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ജഡ്ജസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബാബുരാജ് വേണു, മിസ് ഷീല നായർ, മിസ്റ്റർ അജയ് സത്യൻ. നമുക്കായി പാടാൻ ഇനി അടുത്തതായി എത്തുന്നത് രാഹുൽ മുരളീധരൻ നായർ. മുംബൈയിലെ ഡോംബുവിലിൽ നിന്നും എത്തുന്ന രാഹുൽ 6-ാം വയസ്സ് മുതൽ സംഗീതം അഭ്യസിക്കുന്നു. സംഗീതം കൂടാതെ ചെണ്ടയിലും പരിശീലനം നടത്തുന്ന രാഹുലിന്റെ ഇഷ്ട ഗായകർ യേശുദാസും ശ്രേയ ഘോഷാലുമാണ്. കൂട്ടന്റെ കീഴിൽ സംഗീതം അഭ്യസിക്കുന്ന രാഹുൽ MSc ബിരുദധാരിയാണ്. അംജി മുംബൈ ഗുഡ് വിൻ ഗോൾഡൻ വോയ്സിന്റെ പ്രാഥമിക റൗണ്ടിൽ രാഹുൽ മുരളീധരൻ. രാഹുൽ നമസ്കാരം, വെൽക്കം ടു ദ ഷോ. രാഹുൽ ക്ലാസിക്കൽ മ്യൂസിക് അല്ലാണ്ട് വേറെയും ചില കലാപരിപാടികൾ ഉണ്ടല്ലേ, എന്തൊക്കെയാണെന്നൊന്ന് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞാൽ. ചെണ്ട കൊട്ടുന്നുണ്ട് ഞാൻ, പല വേദികളും തായമ്പകയും മേളമൊക്കെ ആയിട്ട്. ബ്യൂട്ടിഫുൾ. കഥകളി പദങ്ങൾ പാടാറുണ്ടോ? ചിലപ്പോ കഥകളി പദ കച്ചേരികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, വെരി നൈസ്. യൂണീക്ക് ആണ്. കാരണം എപ്പോഴൊക്കെ കഥകളി എന്ന് പറഞ്ഞാൽ കഥകളിയോ എന്ന് ചോദിക്കുന്ന ഒരു കാലത്തിൽ ചെണ്ടയൊക്കെ പഠിക്കണോ തായമ്പക ഒക്കെ വായിക്കണോ എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമാണ്. അതും മുംബൈയിൽ നിന്നൊരാള് എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമാണ് പറയാൻ. എന്തായാലും ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? ഞങ്ങൾക്ക് മാടമ്പി സിനിമയിലെ അമ്മ മഴക്കാരൻ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അമ്മ മഴക്കാരിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ നനഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാരിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പാർവണങ്ങൾ പടിവാതിൽ ചാരുമൊരു മനസ്സിൽ നടവഴിയിൽ രാത്രി നേരമൊരു യാത്ര പോയ നിഴലവിടെ വിളി കേൾക്കാൻ. അമ്മേ സ്വയമേരിയാനൊരു മന്ത്രദീക്ഷ തരുമോ? അമ്മ മഴക്കാരി. രാഹുൽ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ജഡ്ജസിൽ നിന്ന് തന്നെ കേൾക്കാം. ബാബു സർ. രാഹുൽ ഗംഭീരമായി. താങ്ക് യു. രാഹുലിന്റെ വോയിസ്, രാഹുൽ ഒരു ക്ലീൻ സിംഗറാണ്. ഒരു എന്താ പറയുക, ആ സ്ട്രക്ചറിനുള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് പാടുന്ന ഒരു സിംഗറാണ്. അതാണ് രാഹുലിൻ്റെ ഒരു ക്വാളിറ്റി പറയാനുള്ളത്. പിന്നെ കണ്ണീരിൽ അതൊക്കെ നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി അതിനകത്തൊക്കെ കാണുന്നുണ്ട്. ആ നോട്ട് ശരിക്കും ടച്ച് ചെയ്ത് വരുന്നുണ്ട്. രാത്രി ആ രാത്രി യാത്രയൊക്കെ ഉണ്ടല്ലോ, അതിനൊരു ഒരു ഒടിവ് കിട്ടണം. അതൊന്ന് പാടുമെന്ന്. രാത്രി രാത്രി പറയാതെ രാത്രി തന്നെ പറയണം. രാത്രി അപ്പോഴേ ക്ലാരിറ്റി വരും. രാത്രി യാത്ര.
അതുപോലെ സ്വയമേരിയ അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. വളരെ നന്നായിട്ട് പാടി. Thank you, സൂപ്പർ ഗുഡ്. താങ്ക് യു സർ. അജയ്. Hello, Rahul. Hi. Perfect singing. Thank you. It's like a 20 out of 20 performance. Except for one place. എവിടെയെങ്കിലും ഒരു കണ്ണട്ടണ പോലെ ഒരു സാധനം എവിടെയെങ്കിലും ഉണ്ടാവല്ലോ. മറ്റാ അതും കൂടി കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പോകുന്നത്. സൂപ്പർ മാൻ, സൂപ്പർ. അതേ ഉള്ളൂ. താങ്ക് യു അജയ്. ഷീല മാം. Rahul, wonderful song, wonderful singing. Thank you. The two words which in your song which actually swayed me, okay? And that is one is Kal Padugal and Madakar. Very beautifully, you sang those and rendered that. So all the best to you. Thank We you. enjoyed your performance. Thank you. Thanks a lot. താങ്ക് യു ജഡ്ജസ്. രാഹുൽ, ഹോപ്പ് ടു സീ യു അഗൈൻ. എന്തായാലും ഹോപ്പല്ല, എന്തായാലും കാണാൻ പോകുന്നുണ്ട് ഇനി ഫെർദർ റൗണ്ട്സിൽ. ഓഡിയൻസ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ റിക്വസ്റ്റ്, ഒരു കഥകളി പദം പാടാമോ ഞങ്ങൾക്ക് വേണ്ടി? അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദീപ ബലവിധമായി ഞാനു ബലഭദ്രാനു നിന്നെ ബലഭദ്ര നോജനിനെ. ലവ്ലി രാഹുൽ, താങ്ക് യു സോ മച്ച്. പല വേദികളിലും എൻ്റെ മാഷ് ശ്രീ വിക്രമൻ പിള്ളയുടെ കൂടെ കുചലവൃത്തം ചെയ്യാനൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സാറ് കുചലനായിട്ടും ഞാൻ കൃഷ്ണനായിട്ടും കെട്ടിയിട്ടുണ്ട്. അപ്പം സാർ ഈ പദം ചെയ്യുന്നതാണ് കണ്ണടച്ചപ്പോൾ എനിക്ക് ശരിക്കും പിക്ചറൈസ് ചെയ്യാൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് രാഹുൽ. ബെസ്റ്റ് ഓഫ് ലക്ക്. അംജി മുംബൈ ഒരുക്കുന്ന ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ അതിൻ്റെ സെമി ഫൈനൽ വേദിയിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നമുക്ക് സെമി ഫൈനൽ വേദിയിൽ കാണാം. ഇനി നമുക്ക് മുമ്പിൽ ഈ വേദിയിൽ പാടാൻ എത്തുന്നു ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി സന്തോഷ്. മുംബൈയിലെ നെരൂളിൽ നിന്നും എത്തുന്ന അക്കു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ശ്രീലക്ഷ്മി 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാത്ത ശ്രീലക്ഷ്മിയുടെ ഇഷ്ടഗായകർ അർജിത് സിംഗും ലതാ മങ്കേഷ്കറുമാണ്. കോമഡി പ്രോഗ്രാമുകൾ ഏറെ ആസ്വദിക്കുന്ന ശ്രീലക്ഷ്മിക്ക് പാട്ട് കഴിഞ്ഞാൽ വായനയും വരയുമാണ് ഏറെ ഇഷ്ടം. അംജി മുംബൈ ഗുഡ്വിൻ ഗോൾഡൻ വോയിസിന്റെ പ്രാഥമിക റൗണ്ടിൽ ശ്രീലക്ഷ്മി സന്തോഷ്. ശ്രീലക്ഷ്മി, വെൽക്കം ടു ദി ഷോ. ശ്രീലക്ഷ്മി ഇതിനു മുമ്പ് വേറെ റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഒരു ചെറിയൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, മെയിൻലി ഡൺ ബൈ കളേഷ് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചോ ഇങ്ങനെ ചുമ്മാ ഫസ്റ്റ് പ്രൈസ് കിട്ടി. എത്ര എളിമയോടെയാണ് പറയണത്. അത് ഫസ്റ്റ് പ്രൈസ് കിട്ടി. യു ആർ എ വിന്നർ ഓഫ് വൺ റിയാലിറ്റി ഷോ. ഗ്രേറ്റ്. ഇറ്റ്സ് ആൻ ഓണർ ടു ഹാവ് യു ഹിയർ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? നൈനോ മേ ബദ്രാ ഛായ് ഫ്രം ദ മൂവി സായ. ബ്യൂട്ടിഫുൾ സോങ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. नैनों में बदरा छाए, बिजली सी चमके हाय, ऐसे में बलम मोहे गरवा लगा ले। नैनों में बदरा छाए,
ബ്യൂട്ടിഫുൾ സിംഗിങ്. ശ്രീലക്ഷ്മി, ഇത് അവിടുത്തെ ഫിനാലിക്ക് പാടിയ പാട്ടാണോ? അല്ല, ഇതിലിത്തിരി പേടിച്ചു ഞാൻ, നല്ല ടെൻഷനിൽ പാടിയാൽ ഇങ്ങനെയല്ലേ, അപ്പൊ ടെൻഷൻ കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എനിവേ, ഷീല മാം. Srilakshmi, wonderful singing despite you're saying that you were tensed up. Thank you, ma'am. It did not, reveal in your song. You were wonderful in your rendition. Your voice is excellent. Strong, clear voice. Good clarity. Okay, all the best to you. Thank you, ma'am. താങ്ക് യു മാം. അജയ്. ഹലോ. Hello. നല്ല രണ്ടുകായിരുന്നു. ലൈക്ക് എന്താ പറയുക, അഗെയിൻ വെരി ക്ലീൻ സിംഗിങ്. ഒരു ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി വിത്ത് ആ സംഗതികളും അതേ ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങ് വന്നു പോയി കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും വീണിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്സ് അത് ശ്രീലക്ഷ്മിക്ക് തന്നെ അറിയാലോ. സോ ഇംപ്രൂവ് ഓൺ ദാറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബാബു സർ. ശ്രീലക്ഷ്മി നന്നായിട്ട് പാടി, നല്ല ക്ലീൻ സിംഗിങ് ആണ്. ആസ് അജയ് സെഡ്, വളരെ ക്ലീൻ സിംഗിങ് ആണ് ശ്രീലക്ഷ്മിയുടെ. പിന്നെ സ്പെഷ്യലി ക്ലാരിറ്റി, അതായത് ഈ സംഗതി വേണ്ട സ്ഥലത്ത് സംഗതിയും, അല്ല പ്ലെയിൻ ആയിട്ട് വേണ്ട സ്ഥലത്ത് പ്ലെയിൻ. ചില കുട്ടികൾക്ക് ഞങ്ങളിപ്പോൾ കുറേ നേരം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, ചില കുട്ടികൾക്ക് ഒരു അങ്ങനെ ഒരു ത്വരയുണ്ട്, ഒരു എന്താ പറയുക ടെൻഡൻസി ഉണ്ട്. അതായത് ഈ എല്ലായിടത്തും മൃഗ കയറി വരിക അല്ലെങ്കിൽ സംഗതി കയറി വരുന്ന ഇതുണ്ടാവാറുണ്ട്. അത് നമ്മൾ പാട്ട് ഒരു സിനിമാ സോങ് പാടുമ്പോൾ, എപ്പോഴും ഫിലിം സോങ്സ് പാടുമ്പോഴത്തേക്കും അതിൻ്റെ അതെങ്ങനെ ചെയ്തിരിക്കണോ അതേപോലെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റണം. അത് ശ്രീലക്ഷ്മിയിൽ ഒത്തിരി ക്ലിയർ ആയിട്ട് കണ്ടു. വളരെ ക്ലീൻ ആയിട്ട് സംഗതി വേണ്ട സംഗതി മൃഗ അതെല്ലാം വ്യക്തമായിട്ട് ക്ലീൻ സിംഗിങ് ആണ്, വളരെ ക്ലീൻ സിംഗിങ് ആണ്. സൂപ്പർ. Keep it up. Thank you, judges. Srilakshmi, so wish you all the best for the coming rounds. Okay, hope to see you again. ഗുഡ്വിൻ ഗോൾഡൻ വോയ്സ് റിയാലിറ്റി ഷോയുടെ അടുത്ത ഘട്ട ചിത്രീകരണത്തിൽ നിങ്ങൾക്കും പങ്കാളികളാണ്. ജൂൺ 12-ാം തീയതി രാവിലെ 9 മണി മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9920045387 2241277297. Next, coming up on stage is Urjita. ഊർജിത സി ദിനകർ. മുംബൈയിലെ ബോറിവില്ലിൽ നിന്നും എത്തുന്ന ഊർജിത 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഷാർമിളി ജോഷിയുടെയും പ്രസന്ന വാര്യരുടെയും കീഴിൽ സംഗീതം അഭ്യസിക്കുന്ന ഊർജിതയുടെ ഇഷ്ടഗായകർ KS ചിത്രയും ശ്രേയ ഘോഷാലുമാണ്. അംജി മുംബൈ ഗുഡ്വിൻ ഗോൾഡൻ വോയ്സിന്റെ പ്രാഥമിക റൗണ്ടിൽ ഊർജിത സി ദിനകർ. ഹലോ ഊർജിത, വെൽക്കം. ഊർജിത ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നണല്ലോ. ശരിയാണ്. എന്തിനാ ഇത്രയും ടെൻഷൻ? അത് പിന്നെ ഇവിടെ ഇങ്ങനെ പാടുമ്പോ ഒരു ത്രോട്ട് ശരിയല്ല. ത്രോട്ട് ശരിയല്ലേ? അത് പൊതുവെ ഇങ്ങനെ നമ്മൾ പാടാൻ പോകുന്നതിന് മുമ്പ് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ത്രോട്ട് ശരിയല്ല എന്ന്. അത് വേറൊരു തോന്നലേ ഉള്ളൂ. അതിപ്പോൾ ശരിയായിക്കോളും. പാടി തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പം മാറും. പിന്നെ ഏറ്റവും കംഫർട്ടബിൾ ആക്കാൻ ഇത്രയും നല്ല ജഡ്ജസ് ഇരിക്കണ്ടല്ലോ, അല്ലേ? അല്ലേ? അവരെയാണോ പേടി? ജഡ്ജസ് ആർ സ്കെയറിങ് യു. അപ്പൊ എന്താണ് പേടിക്കാനൊരു കാരണം? ഒന്നുമില്ല. ആദ്യത്തെ കാരണം എനിക്ക് എൻ്റെ ആ പേടി തന്നെ, തൊണ്ട ശരിയില്ലാത്ത പേടി തന്നെ. പിന്നെ സെക്കൻഡ്ലി ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ പാടുമ്പോൾ എന്തെങ്കിലും മറന്നു പോകാറുള്ളൊരു പേടിയും കൂടെ ഉണ്ട്. അത് ശരി. അപ്പൊ എല്ലാം ഇപ്പൊ പറഞ്ഞു തീർന്നില്ലേ എന്തൊക്കെയാണെന്നുള്ളില്? അപ്പൊ അതെല്ലാം ആ നെഗറ്റീവ്സ് ഒക്കെ പുറത്തു പോയി, അതാണ് എന്റെ അർത്ഥം. അപ്പൊ ഇനി വിത്ത് ഓൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിന്ദാസ് ഗാവ് ട്ടോ. Okay, so wish you all the best. Don't get nervous. तैयार हो जा, तैयार हो जा, तैयार हो जा, तैयार हो जा, तैयार हो जा. शाम की कश्ती में आके सवार हो जा. चले चले सहारा होगा कहीं ना कहीं तो कोई किनारा होगा. चले 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 चले. तैयार हो जा, तैयार हो जा. रे आजा आजा चल चले. तैर के डूब के चल, पार जाना है. तैर के डूब के चल, पार जाना है. पार जाना है, पार जाना है. तैयार हो जा, तैयार हो जा, तैयार हो जा, तैयार हो जा, तैयार हो जा. शाम की कश्ती में आके सवार हो जा. चले चले.
അത് ശരിക്കും അത് ട്രാക്ക് മിസ്സായിപ്പോയി. വേറെ ഏത് പാട്ട് അറിയാം? ഓക്കെ. ഏതാ പുതിയ സോങ് അറിയോ? ശരി, ഞാൻ ഒരു ഹിന്ദി ആണെങ്കിൽ ചലേഗല. ഏതായാലും ചലേഗ. ദോടേഗ. शिवाय शिवाय नमः शिवाय ॐ नमः शिवाय शिवाय ॐ नमः शिवाय. तीन शब्द में दृष्टि सारी सृष्टि सारी समाय. ॐ नमः शिवाय ॐ नमः शिवाय. അത് മതി. ഇനി വീണ്ടും ആ പാട്ട് പാടുന്നില്ല. तैयार हो जाए क्यों तैयार हुए ये गाना गाने को? ആദ്യം ഞാൻ ക്ലാസിക്കൽ പാടിയതല്ലേനോ, അപ്പൊ ഇതിപ്പോ അതിന്റെ കരോക്കെ ഇല്ലല്ലോ. പിന്നെ ക്ലാസിക്കലിൽ ആദ്യം പാടി, ആദ്യത്തെ ഓഡീഷനിൽ ക്ലാസിക്കലിൽ പാടി. അപ്പൊ ഞാൻ വിചാരിച്ച ഒന്ന് ഡിഫറെന്റ് ആയിക്കോട്ടെ എന്ന്. അത് ശരി, അങ്ങനെയാണ്. അപ്പൊ ഡിഫറെന്റ് വേണ്ടട്ടോ. എന്തായാലും ഇത് സൂപ്പർ ആയിരുന്നു. ഇത് സൂപ്പർ ആയിരുന്നു ശരിയാ, പക്ഷെ അത് കരോക്കെ ഇല്ലാതെ ഞാൻ ഇതന്നെ പാടാ. കരോക്കെ ഇല്ലാത്തതാണ് ഞങ്ങളെ പ്രശ്നം. കോൺഫിഡൻസിന് 10 out of 10 മാർക്ക്. കോൺഫിഡൻസ് കുറെ ലോ ആണോ? ദൈവമേ, ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? എത്രയല്ല പഠിക്കണേ? ഞാനിപ്പോ 10ലേക്ക് ആവും. ഇപ്പൊ വെക്കേഷൻ തുടങ്ങിയിട്ടുള്ളൂ. ഓ, വെക്കേഷൻ ആണ്. അടിപൊളി. നല്ലോണം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യട്ടോ പാട്ട്. നല്ല പഠിക്കണ്ടോ? പാട്ട് പഠിക്കണ്ടോ? പഠിക്കണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നല്ലോണം. ഓക്കെ, ശരി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അജയ്. ബാബു സർ? ഊർജിത, നല്ല ഊർജമുണ്ട്, നല്ല എനർജി ലെവൽ. ഇത്ര സംസാരിച്ചതിന് പകുതി പാടിയാൽ മതിയായിരുന്നു. എന്തിനാ ഇത്ര ടെൻഷൻ എടുക്കണേ? എത്ര സംസാരിച്ചു സ്റ്റേജിൽ? അല്ല, നന്നായിട്ട് പാടി. തയ്യാർ ഹോ ജാ അല്ലെങ്കിൽ തയ്യാർ थी ഇतना തയ്യാർ. ഓക്കെ, മോളുടെ ക്വാളിറ്റി എന്താണെന്നറിയോ? ഏത് ലെവലിലുള്ള പാട്ടും പാടാൻ പറ്റും. ഫാസ്റ്റ് നമ്പർ ആണ് ആദ്യം പാടിയത്. അത് നല്ല ക്രിസ്പായിട്ടുള്ള ഇങ്ങനെ ടക്ക് 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 കട്ടായിട്ട് പാടുന്ന പാട്ടായിരുന്നു അല്ലേ? അത് നന്നായിട്ട് പാടി. അതിലൊരു വേരിയേഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു താഴോട്ട് വീഴുന്ന ഒരു സാധനം വീഴില്ലേ? അപ്പം അത് ആ പാടിയിൽ തയ്യാറോ അതിനകത്ത് എന്തോ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഫ്ലോ വരുന്നുണ്ടല്ലേ, എന്തോ ഒരു സാധനമുണ്ട്. അതൊക്കെ വളരെ നന്നായിരുന്നു. അതുപോലെ ഇതാണ് എത്ര ഇന്നസെൻ്റ് ആ നോക്ക്. എനിക്ക് വയ്യ. അത് വളരെ അതാണ് പറഞ്ഞ ഒരു ടാലൻറ്റ് ഒരാളുടെ. പിന്നെ ക്ലാസിക്കൽ അതിൻ്റെ ആ സംഗതി, ആ ബൃഗയൊക്കെ വരുന്നത് എത്ര വളരെ ഭംഗിയായിട്ടാണ് പറഞ്ഞത്. എന്ത് ഇത്ര പേടിക്കണേ? ധൈര്യം വേണം, കുറച്ചുകൂടി ധൈര്യം. ഇതാണ് അതാ പറഞ്ഞേ. ഡയലോഗ്സ് കുറച്ചുകൂടി കുറച്ചിട്ടേ കുറച്ചുകൂടി നന്നായിട്ട് പാടും കേട്ടോ. വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ഷീല മാം? Urjita, right? Yeah. Urjita, did you realize why you were scared? Exactly not. I think because of the karaoke only. Everywhere karaoke is the problem. Yeah. I didn't want it. You got Hindustani classical training as well as Carnatic, right? Yeah. And I was amazed. From the first song, I didn't think you could sing classical so wonderfully. I was like transfixed. Okay, so what I'm trying to just tell you is that if you have a comfort zone which is your strong point, don't move out of that. Yeah, go ahead. No, like it was not like totally out of my comfort zone, because actually I like singing this song sometimes. Okay, like maybe you hadn't prepared well for it. Is that it's it? not that. It's not that. It's just like the nervousness had made me all this. I was well prepared for this actually. But I got scared. All right. Only that nervousness just made me forget everything. It was not totally out of my comfort zone. It's like
All right, I'll accept. I like the tonal quality of the Hindi song as well. Okay, like I think Ajay, you said it, no? That she had you have this thing for it, for singing Hindi as well as semi-classical and Malayalam also. Okay, so I'm just saying if it was something that you needed to prepare a little more, just do that. But great singing otherwise, great voice, great attitude. Okay, and it's fun. थैंक यू शीला मैम. सो अगले राउंड तक और थोड़ा तैयार हो जा और एकदम बिंदास आके गा जा. ओके, सो विश यू ऑल द बेस्ट. थैंक यू. മുംബൈ കലാകാരന്മാരുടെ ഒരുപാട് നല്ല ഗാനങ്ങൾ നമ്മൾ ഇന്ന് ആസ്വദിച്ചു. ഇനിയും ഒരുപാട് നല്ല ഗായകർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ പാടാനായി. പക്ഷേ ഇന്നത്തേക്ക് ഞങ്ങൾ വിടവാങ്ങുന്നു. സോ ടിൽ വി മീറ്റ് അഗൈൻ, ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം മീ, നീതി നായർ, ആൻഡ് ദി എൻറ്റയർ ടീം ഓഫ് ആംചി മുംബൈ.